ഹലോ ഗൈസ്, യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ രണ്ടാമത്തെ ചീരവളമെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാമായണ അതിൻ്റെ മുൻപന്തിയിൽ രാമായണനുണ്ട്. ഇതാകണ്ട കറിവേപ്പില, നാട്ടിലെ കറിവേപ്പില കൊണ്ടുവന്ന് നട്ടോ കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇവിടുത്തെ കറിവേപ്പിലൊക്കെ എന്താറില്ല, ചെറിയ ഇലവില്ല, ഗുണമില്ല. ഇലയൊരു വല്ലാതൊരു ചെറിയ സൈസ് ഇലയാണ്. ചീര നല്ല അടിപൊളി ചീരയാണ്, നല്ല കളറുള്ള ചീര ഉണ്ട്. തുളസി നാടുന്ന കൊണ്ടാണ് കേട്ടോ. സൗദിയിൽ ഇവിടെ റെഡിയാവാൻ നോക്കാൻ വേണ്ടി നാടുന്ന കൊണ്ട് നട്ടതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പിടിച്ച് റെഡിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പയുണ്ട്. കപ്പ വളരുന്നുണ്ട്, കപ്പ ചെടി വളരുന്നുണ്ട്. ഇവിടെ ഉണ്ടാക്കിയതാ വെള്ളരി. സുരേഷ് കുനിയാണ് ഇതിന്റെ. ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്. പേരിൽ വെള്ളരിക്ക് എടുത്തിട്ട് വെച്ചിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. ഇന്ന് ആദ്യമായിട്ട് വന്നതാണ്. കപ്പയുണ്ട്, വെള്ളരി പിന്നെ ഉണ്ടാകുന്നില്ല. എന്താ സംബന്ധം, വെള്ളരി അധികം ഉണ്ടാകുന്നില്ല. രാമാട്ടൻ ചീര പറിച്ചിട്ട് സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. മുരിങ്ങ നാട്ടിലെ മുരിങ്ങയാണ്. നാട്ടിലെ മുരിങ്ങ. കപ്പ പിന്നെ കപ്പയുണ്ട് കേട്ടോ. കപ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല നാട്ടിലും പല പേരെ പറയുന്നത് പപ്പായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഉണങ്ങിപ്പോ. ഇവിടുത്തെ ചൂട് ഭയങ്കര ചൂടാണ്. വെള്ളം നനച്ച് ചിലപ്പോൾ സൈഡിലേക്ക് കൂടെ തേച്ച് വരുന്നു. സാധനങ്ങളുണ്ടായിരുന്നു, ഒരുപാട് ഉണ്ടായിരുന്നു. എല്ലാം ചൂട് കൊണ്ട് ഭയങ്കര ചൂടിലാണ്. എന്താ മാവ് നല്ലൊരു മാത്തൈ പൊടിച്ച് വരുന്നുണ്ട് കേട്ടോ. അതിപ്പോ കണ്ടത് നല്ല എന്താ ഇവിടെ പറ്റിയത്. നമ്മളൊരു പിന്നെ നമ്മളൊരു ഹിന്ദിക്കാരനാണ്. അവൻ പിന്നെ കൂടെ വന്നിട്ട് ഭയങ്കര ഇതാണ്. പക്ഷെ ഒരുപാട് കളയാണ്. ചെറുതായിട്ട് പുല്ല് കയറിയിരിക്കുകയാണ്. അത് പറിക്കുന്ന തിരക്കാണ്. ഹായ് ഇത് നമ്മളേതാ ഗിരീഷേട്ടൻ നമ്മളെ കൃഷിക്കാരൻ ഗിരീഷേട്ടൻ കേട്ടോ. എൻ്റെ ആള് കംപ്ലീറ്റ് ഗിരീഷേട്ടനാണ്. ഇനി എന്ത് പറഞ്ഞാലും നമ്മളതിൻ്റെ നമ്മളിതിൽ പിന്നെ ഇത് വരുന്നേ ഉള്ളൂ. ഗിരീഷേട്ടൻ അതിൻ്റെ മെയിൻ കൃഷിക്കാരൻ. തലക്കടല കെട്ടിയിട്ട് നാട്ടിലെ മറ്റേ ഇയാളെ പോലെ തലക്കടല കെട്ടിയിട്ട്. ചീര നല്ല അടിപൊളി ചീരയാണ്. കളറ് കറി. അതിനിടക്ക് വേറൊരു സംഭവം ഉണ്ട് ഇവിടെ. അതും കൂടി ഒന്ന് കാണിച്ചു തരാം. പൂച്ച പ്രസവിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോ? അതെന്താ സംഭവം? പൂച്ച കണ്ട ബക്കറ്റിൽ പൂച്ച പ്രസവിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ കാണൂല. ഉണ്ട് പൂച്ച പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. പൂച്ചക്കുട്ടികളെ, ചെറിയ കുട്ടികളെ കാണുന്നുണ്ടോ? നല്ല വെളിച്ചം കുറവ്. പൂച്ച പ്രസവിച്ചു. എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികളുണ്ടാവും. ഇതിനകത്ത് വന്ന് പൂച്ച പ്രസവിച്ചിരിക്കുക. അതിനകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. നല്ല തണുപ്പല്ലേ എല്ലാവരും. ഓക്കെ, അതായത് നല്ല അടിപൊളി പരിപാടിയിലാണ്. കളയൊക്കെ പറിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കിരിശാട്ടിന് മുട്ട. ഓക്കെ, അപ്പോൾ എല്ലാ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇടയ്ക്ക് വെള്ളം നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഓക്കെ, ബൈ ഗൈസ്, ബൈ.